പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. അത്യുന്നതനായ ദൈവത്തിൻ്റെ പാതാരബിന്ദത്തിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആയുസ്സും ആരോഗ്യവും തന്ന് നമ്മളെ ബലത്തോടെ നിർത്തിയ ദൈവനാമത്തിന് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വേദവചന ധ്യാന ചിന്തയിലേക്ക് നമുക്ക് കടക്കാൻ ഒരു വാക്യം വായിക്കുന്നു. മത്തായി സുവിശേഷം 7-ാം അധ്യായം 7-ാമത്തെ വാക്യം. The Gospel of Matthew chapter 7 verse 7. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. ഈ വചനം വായിക്കുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടും ഇതിനെതിരായിട്ടും ഒക്കെ സംസാരിക്കുന്ന വാക്കുകളുണ്ടെങ്കിലും ഇന്ന് രാത്രി ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ രാത്രിയിൽ നിങ്ങളുടെ ടൈം സോണിൽ ഈ വചനം കേൾക്കുമ്പോൾ, ഈ വചനത്തിനകത്ത് വ്യക്തതയോടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾ തുറക്കും, എന്നാൽ നിങ്ങൾക്കായി തുറക്കും. മത്തായി സുവിശേഷം ഇത് പറയുമ്പോൾ പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് കർത്താവ് ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കരുത്, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ സൂചിപ്പിക്കുന്നതിന് ശേഷമാണ്. ഫിലിപ്പിയ ലേഖനം പറയുന്നത് നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവത്തോട് അപേക്ഷിക്കുക എത്രേ വേണ്ടത്, ഒന്നിലും പതറിപ്പോകരുത്. നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടും അപേക്ഷയോടും കൂടെ ദൈവത്തോട് അപേക്ഷിക്കുക എത്രേ വേണ്ടത്. ഇനി കർത്താവിനോട് പറയണമോ വേണ്ടയോ എന്നുള്ളത് മറ്റൊരു ഭാഗത്ത് പറയുന്നു. നിങ്ങൾ യാചിക്കുമ്പോൾ യാചിക്കുന്നത് ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പീൻ. അപ്പൊ ദൈവം തമ്പുരാൻ യാചിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. എന്തിനെ കുറിച്ച് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത് അടുത്തൊരു കാര്യമുണ്ട്. ഞാൻ അങ്ങോട്ട് നമുക്ക് അല്പമായി ചിന്തിക്കാം. അതിനു മുമ്പ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത് യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ തുറക്കും. അതിനുശേഷം ഒരു വാക്ക് പറയുന്നുണ്ട്, നിങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ നിങ്ങൾ ചോദിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് എത്രയധികം തരുമെന്ന് പറയുന്നതിന് മുമ്പ് പറയുന്ന സുവിശേഷങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട്. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നല്ല ദാനങ്ങളെ കൊടുക്കാൻ ഇച്ഛിക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം തരും. അതിനു മുമ്പ് യേശു ആ ഉപമ വ്യക്തമായി പറയുന്നുണ്ട്. ഒരുവൻ അപ്പം ചോദിച്ചാൽ അപ്പത്തിന് പകരം ആരെങ്കിലും കല്ല് കൊടുക്കുമോ? ഒരുവൻ മുട്ട ചോദിച്ചാൽ മുട്ടയ്ക്ക് പകരം തേള് കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? ദോഷികളാകുന്ന നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ ഇച്ഛിക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് എത്ര അധികം. ലൂക്കോസിന് സുവിശേഷത്തിൽ ഇച്ചിരിയുടെ വ്യക്തത വരുത്തി പറയുന്നുണ്ട്. വാക്ക് പറയുന്നത് നിങ്ങളോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോ ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയരെ ഒന്ന് ചിന്തിക്കണം. നമ്മളും ദൈവവുമായിട്ട് ഒരു അപ്പൻ മകൻ റിലേഷൻഷിപ്പാണ്. പിതാവിനോട് മക്കൾ ചോദിക്കുന്നത് എങ്ങനെയാണ്, അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഈ പ്രാർത്ഥനയുടെ തലം മാറി വരുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. പ്രാർത്ഥനയുടെ തലം മാറി വരുന്നത് ഗൾഫിലൊരു അപ്പൻ ഉണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ അത്ര പ്രസക്തി ഇല്ലെങ്കിലും ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പുള്ളവർക്കറിയാം. ഗൾഫിലോ മറ്റു രാജ്യങ്ങളിലോ ഒരു പിതാവ് ഉണ്ടെന്നിരിക്കട്ടെ. പിതാവ് വരുന്നു എന്ന് അന്ന് ഇതുപോലെ ഫോൺ സൗകര്യമോ മൊബൈൽ ഫോണോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. കോള് വിളിക്കണമെങ്കിൽ ട്രങ്ക് കോള് ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ വല്ലപ്പോഴും എങ്ങാനും വരുന്ന കോളുകൾ, അല്ലെങ്കിൽ ഇല്ലന്റിനെ ആശ്രയിച്ചുകൊണ്ടിരുന്നേ, ലെറ്ററിനെ ആശ്രയിച്ചുകൊണ്ടിരുന്നേ. അപ്പോൾ 2 മാസം മുമ്പ് അല്ലെങ്കിൽ 3 മാസം മുമ്പ് പപ്പ എഴുതും, ഞാൻ ഇത്രാം തീയതി ഇന്ന ഡേറ്റ് വരുന്നുണ്ട്, കുഞ്ഞുങ്ങൾക്ക് എന്താ വേണ്ടത്. 3 മക്കളുണ്ടെങ്കിൽ ഇളയ കുഞ്ഞിന്, അവന് 4 വയസ്സ് 5 വയസ്സ് പ്രായമുള്ള കുഞ്ഞു പറയുന്നത് എനിക്ക് ഐസ്ക്രീം മതി എന്നാ പറയുന്നത്, എനിക്ക് ഐസ്ക്രീം മതി. അവൻ ചോദിച്ചുകൊണ്ടിരിക്കും, പപ്പ എനിക്ക് ഐസ്ക്രീം വേണം. ഇടയ്ക്കെങ്ങാനും ഫോൺ വരുമ്പം പപ്പ എനിക്ക് ഐസ്ക്രീം കൊണ്ടുവരണേ, അത്രേ പറയുന്നുള്ളൂ. ഇനി ഇച്ചിരി 10 വയസ്സുള്ള 12 വയസ്സുള്ള ഒരു മകനുണ്ടെങ്കിൽ അവൻ പറയുന്നത് അവന് വേണ്ടിയത് അവൻ ഐസ്ക്രീം അല്ല വേണ്ടി, അവന് സൈക്കിൾ വേണമെന്നായിരിക്കും പറയുന്നത് അവന്റെ പ്രായത്തിനൊത്ത്. ഒരു 18 വയസ്സുള്ള ചെറുക്കനുണ്ടെങ്കിൽ അവൻ പറയുന്നത് അവന് ബൈക്ക് വേണമെന്ന് പറയുന്നത്, ഡ്യൂക്കിന്റെ മോഡൽ ബൈക്ക് വേണമെന്ന് പറയും. അപ്പം ഈ ആവശ്യങ്ങൾ ഈ പ്രായത്തിനനുസരിച്ച് ആവശ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഇനി പപ്പ 1-3 മാസം കഴിഞ്ഞപ്പം ഇറങ്ങി വന്നപ്പോൾ ഐസ്ക്രീം കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ചോദിച്ചു, പപ്പ വരുന്നതിന് മുമ്പ് അവൻ ചോദിച്ചു, കൊച്ചി ഇറക്കാൻ 4 വയസ്സുള്ള ചോദിച്ചു, പപ്പ ഐസ്ക്രീം എന്ത്, എന്റെ ഐസ്ക്രീം എന്ത് ചെയ്യും? പപ്പയെ ഉമ്മയെ കൊടുത്തിട്ട് ചോദിച്ചു, ഐസ്ക്രീം എന്ത് ചെയ്യും?
പപ്പ പറഞ്ഞു, മോനെ ഞാൻ ഇപ്പം മേടിച്ചു തരാം, ഐസ്ക്രീം മേടിച്ചു തരാം, അത് മേടിച്ചാൽ മെൽറ്റായിപ്പോ, അതുകൊണ്ട് ഇപ്പം മേടിച്ചു തരാം. കുഞ്ഞ് സമ്മതിക്കത്തില്ല. പപ്പ ഗതി കെട്ട് പപ്പയുടെ പോക്കറ്റിൽ നിന്ന് 500 രൂപയുടെ നോട്ട് എടുത്ത് അവന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, എടാ നിനക്ക് എത്ര ഐസ്ക്രീം വേണേലും പിടിക്കാം, കുഞ്ഞത് വലിച്ചീറിക്കളയും. അവനതിന്റെ പക്വതയായിട്ടില്ല, അവനതേ കുറിച്ച് തിരിച്ചറിവായിട്ടില്ല. അവന് 500 രൂപയല്ല വേണ്ടിയത്. അവനോട് പറയുക, എടാ നിനക്ക് ഈ പൈസ കൊണ്ട് 100 ഐസ്ക്രീം മേടിക്കാം, 100 ദിവസം മേടിക്കാം. ഇതൊന്നും അവന് കേൾക്കണ്ട. അവന് വേണ്ടിയത് ഒരേ ഒരു ഐസ്ക്രീം, അതിന് 1 രൂപ അല്ലെങ്കിൽ 2 രൂപ വിലയുള്ള ഐസ്ക്രീം മതി. അവൻ 500 രൂപയുടെ നോട്ടല്ല വേണ്ടിയത്. അവൻ അതിനെക്കുറിച്ചുള്ള ഗ്രാഹ്യതയില്ല, പക്വതയില്ല. അതുകൊണ്ട് അവൻ പറയുന്നത് അവൻ ഐസ്ക്രീം വേണം. എപ്പം ഈ ഡാഡി പപ്പ ഐസ്ക്രീം മേടിച്ചു കൊടുക്കുവോ അതുവരെ അവൻ ചോദിച്ചുകൊണ്ടിരിക്കും. അത് കഴിയുമ്പോഴേ നിർത്തുകയുള്ളൂ. അത് കഴിയുമ്പോഴേ അവന്റെ വാശിയും കരച്ചിലും നിർത്തുകയുള്ളൂ. കാര്യം അവന്റെ പക്വതയിൽ അവൻ അറിയാവുന്നത് അവൻ ഐസ്ക്രീമാ. അവന് 100 രൂപയുടെ 500 രൂപയുടെ വില അറിയത്തില്ല. ഇനിയും ഇച്ചിരൂടെ പ്രായമായ മകൻ, അവന് സൈക്കിൾ മതി. അവൻ സൈക്കിൾ കിട്ടിക്കഴിയുമ്പോൾ സൈക്കിൾ ചവിട്ടി വേറെ വഴിക്കാൻ പോവുക. അപ്പന്റെ സാമീപ്യം അപ്പന്റെ വീട്ടിലിരിക്കുക, അപ്പന്റെ അടുത്തിരിക്കാൻ വേണ്ടിയിരിക്കുക. അപ്പൊ അവനെ കാണുന്നില്ല. അവൻ സൈക്കിൾ ചവിട്ടി എൻജോയ് ചെയ്തെടുക്കുക. ഇനി മൂത്തവനോ 18 വയസ്സുള്ളവൻ ബൈക്കിൽ ഓടുന്നവനോ, അവന് ബൈക്ക് ഹരമായിട്ടിരിക്കുക. അവൻ അപ്പനേക്കാൾ പ്രിയ ബൈക്കാ. അവന് പോകണം, അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, അപ്പന്റെ അനുവാദത്തിന് വേണ്ടി കാത്തിരിക്കുക. അല്ല, അപ്പം പോകാൻ കാത്തിരിക്കുക അവൻ ബൈക്ക് എടുത്തോണ്ട് പോകാനായിട്ട്. അപ്പം തിരിച്ചു പോകുന്ന എന്താന്നാ ചോദിക്കുന്നത്? ബൈക്ക് എടുത്തോണ്ട് പോകാൻ അവന് ബൈക്ക് മതി. എന്നാൽ ഈ പപ്പയുടെ അപ്പന്റെ അതായത് കുഞ്ഞുങ്ങളുടെ അമ്മയുണ്ട്, അപ്പന്റെ ഭാര്യയുണ്ട്. അവരോട് ചോദിക്കുക എന്ത് വേണോന്ന് ചോദിച്ചാൽ അവർക്കൊന്നും പറയാനില്ല. അവര് പറയും, നിങ്ങളിങ്ങ് വന്നാ മതി. കാര്യം കിച്ചണിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ഒത്തിരി ആവശ്യങ്ങളുണ്ട്. പിന്നെ ഈ ഒത്തിരി കാലമായിട്ട് വിചാരിക്കുന്നു ഫ്രണ്ടിൽ കുറെ ടേബിളും കാര്യങ്ങളും മേടിച്ചിടണം, ആടിന് തൊഴുത്ത് കെട്ടണം, പിന്നെ കിച്ചണിലെ കുറെ സാധനങ്ങളുണ്ട്, ചെലവ് മേടിക്കണം, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും അമ്മ പറഞ്ഞു നിങ്ങളിങ്ങ് വന്നാ മതി. ഇതിനകത്തെ തത്വം എന്താ? കൊച്ചു പറയുന്ന ഐസ്ക്രീം വേണമെന്ന്, അവന്റെ മൂത്തവും പറയുന്നത് സൈക്കിൾ വേണമെന്ന്, അതിന്റെ മൂത്തവും പറയുന്നത് ബൈക്ക് വേണമെന്ന്. ഇവർക്കൊക്കെ ആ സാധനങ്ങൾ മതി. പക്ഷെ അമ്മ പറയുന്നത്, ഈ ഭാര്യ പറയുന്നത് നിങ്ങൾ വന്നാ മതി. മറ്റീ 3 മക്കൾക്കും അറിയാത്തൊരു കാര്യം ഈ അമ്മയ്ക്കറിയാം. ഇതിന്റെ സോഴ്സ് അമ്മയ്ക്കറിയാം. ഇനി കേൾക്കുന്ന ദൈവജനമേ, നിങ്ങൾ ചിന്തിക്കണം. അമ്മയ്ക്കറിയാം സോഴ്സ്. ഐസ്ക്രീമിന്റെ സോഴ്സ് അറിയാം, സൈക്കിളിന്റെ സോഴ്സ് അറിയാം, ബൈക്കിന്റെ സോഴ്സ് അറിയാം, കിച്ചന് വേണ്ടി ആവശ്യങ്ങളുടെ സോഴ്സ് അറിയാം, ആ തെരുത്തിൽ കെട്ടതിന്റെ തൊഴുത്തിന്റെ സോഴ്സ് അറിയാം, ഫ്രണ്ട് മേടിച്ചിട്ടുള്ള സെറ്റിയുടെ ശോഭയുടെ സോഴ്സ് അമ്മയ്ക്കറിയാം. അമ്മ പറയുന്നത്, അമ്മ ചിന്തിക്കുന്നതെന്നറിയോ? നിങ്ങളിങ്ങ് വന്നാൽ മതി. അപ്പൊ ചോദിച്ചു, എടീ ഇന്ന ആവശ്യങ്ങളില്ലേ? അത് വന്നിട്ട് ഇവിടെയുള്ള ലുലു മാർക്കറ്റിലോ, അല്ലെങ്കിൽ ഇവിടെ ഈ ലുലു ഹൈപ്പർ മാർക്കറ്റിലോ, അല്ലെങ്കിൽ ഇവിടെയുള്ള മാർക്കറ്റിലോ, ബിസ്മി മാർക്കറ്റിലോ, അല്ലെങ്കിൽ വാൾമാർട്ടിലോ ഒക്കെ പോയിട്ട് നമുക്ക് ഒരുമിച്ച് മേടിക്കാം. ഈ വ്യത്യാസം കണ്ടോ? ഇതാ ഇന്ന് ഈ ചോദിക്കുന്നതിന്റെ വ്യത്യാസം. യാചിക്കുന്നതിന്റെ ചോദിക്കുന്നതിന്റെ വലിയൊരു വ്യത്യാസം ഇതിനകത്തുണ്ട്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് ഈ യേശു കർത്താവ് കൂടെ നടക്കുന്നത്, ഈ അപ്പൻ മകൻ റിലേഷൻഷിപ്പ്, അതിനേക്കാൾ ഉപരി ഭാര്യ ഭർത്തൃ റിലേഷൻഷിപ്പ്. എത്ര മക്കൾ വിചാരിക്കും അപ്പൻ കൂടെ വന്നാ മതി എന്ന്? എത്ര പേര് വിചാരിക്കും എന്റെ ഹസ്ബൻഡ് കൂടെ വന്ന്, എന്റെ ഭാര്യ കൂടെ വന്നാ മതി എന്ന് എത്ര പേര് ചിന്തിക്കും? ഇതാണ് ഈ സാന്നിധ്യം കൊണ്ട് നടക്കുന്നത്. മറ്റൊന്നുമില്ലെങ്കിലും സാന്നിധ്യം കൂടെ വന്നാ മതി എന്ന് ചിന്തിക്കുന്നത്. വേറൊന്നും ലഭിക്കാനില്ല, പക്ഷെ ഈ സാന്നിധ്യം മതി എന്ന് ചിന്തിക്കുന്നത്. മറ്റൊന്നും കിട്ടാനില്ല, പക്ഷേ എൻ്റെ കൂടെ ഈ സാമീപ്യമായി വന്നാൽ മതി. ഒരു വസ്തുത അമ്മയ്ക്കറിയാം, ഈ സാമീപ്യം, ഈ സാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ ബാക്കി എല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡാ. ഹല്ലേലൂയ. ഈ സാന്നിധ്യം കൂടെയുണ്ടെങ്കിൽ, ഈ ആള് കൂടെയുണ്ടെങ്കിൽ സോഴ്സ് കൂടെയുണ്ട്. അതുകൊണ്ടാണ് എഫെസ്യ ലേഖനത്തിൽ പറയുന്നത്, അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവകൃപയുടെ അത്യന്ത ശക്തി, അളവറ്റ വലിപ്പം. അത്യന്ത ശക്തി, അളവറ്റ വലിപ്പം. ഹല്ലേലൂയ. അളവറ്റ വലിപ്പം, ഇമ്മേഷണബിൾ പവർ എന്ന് അറിഞ്ഞിരിക്കുന്നത്. അത് അളക്കാൻ പറ്റാത്ത സോഴ്സ് ഉണ്ടെന്ന് അമ്മയ്ക്കറിയാം. ഇനി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥനയുടെ തലവൊന്ന് മാറട്ടെ. നമ്മൾ ചോദിക്കുന്നത് നിർത്തിയിട്ട് സാന്നിധ്യം കൂടെ വരട്ടെ, ഈ സോഴ്സ് നമ്മുടെ കൂടെ വരട്ടെ, കർത്താവ് നമ്മുടെ കൂടെ വരട്ടെ. എത്ര പേരെങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് പ്രാർത്ഥനയുടെ ഒരു വ്യത്യസ്തമായ തലത്തിൽ കർത്താവ് നമ്മുടെ കൂടെ വരാൻ. ഈ ചോദിക്കുന്നത് നിർത്തി കർത്താവ് നമ്മുടെ കൂടെ വരട്ടെ. യഹോവയായ ദൈവം നമ്മുടെ മോശയെ അതുകൊണ്ടാണ് പ്രാർത്ഥിച്ച, കർത്താവേ നിന്റെ സാന്നിധ്യം പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുത്, എനിക്ക് വലുത് നിന്റെ സാന്നിധ്യമാ. യോശുവോട് പറയുമ്പോൾ പറഞ്ഞേ, ഞാൻ മോശയോട് കൂടിയിരുന്നത് പോലെ നിന്നോട് കൂടിയിരിക്കും. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ദൈവം കൂടിയിരിക്കുകയാ കുഞ്ഞെ വേണ്ടത്. ദൈവം നിന്നോട് കൂടെ ഇരിക്കുകയാ വേണ്ടത്. മറ്റെന്തിനേക്കാളപ്പുറം കർത്താവ് കൂടിയിരിക്കുകയാ വേണ്ടത്. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒരുമിച്ച് സമർപ്പിക്കാം, ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, ജനത്തിനായി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ആത്മാവിൽ അനുഗ്രഹിക്കുന്നു. സ്വർഗത്തിന്റെ കൃപ കൂടിയിരിക്കട്ടെ. പ്രാർത്ഥനയുടെ തലം മാറട്ടെ അപ്പ.
ചോദിക്കുന്ന മുട്ടിപ്പായി ചോദിക്കുന്ന ജൽപ്പനമല്ല, മറിച്ച് കർത്താവ് കൂടെ വരുന്ന ഒരു അവസ്ഥയിലേക്ക് മാറട്ടെ. ദൈവം കൂടെ വരുന്ന അവസ്ഥയിലേക്ക് പ്രാർത്ഥനകൾ മാറട്ടെ പിതാവേ. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജനത്തെ അനുഗ്രഹിക്കുന്നു, ആത്മാവിൽ ബലപ്പെടുത്തും. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നപ്പാ. സഭയിലെ വാത്സല്യ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനാ കൂട്ടായ്മയുള്ള എല്ലാവർക്കുമായി സ്തോത്രം. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ കൃപ കൂടിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന ഇരിക്കാൻ സ്തോത്രം. എല്ലാ മാനവബോധത്തോടെ എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇവർ കൂടിയിരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കൃപയിൽ മറയട്ടെ. ഗോഡ് ബ്ലസ് യു ആൻഡ് വാക്ക് വിത്ത് ജീസസ്. ആമേൻ.